everyone, welcome to Kids Area Online. നാളെ എക്സാം എഴുതാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണല്ലേ? പഠിച്ചു കഴിഞ്ഞായിരുന്നോ? പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠിച്ചു കഴിഞ്ഞവരുണ്ട്, ഇനിയും പഠിക്കാനുള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ നിങ്ങൾക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് പോകാം. ആർ യു റെഡി? യെസ്. ഓക്കെ, അതിനു മുൻപ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. നിങ്ങൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഏപ്രിൽ 1 മുതൽ കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായി വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. 9746487799. പാരന്റ്സ് ദയവായി നോട്ട് ചെയ്തോളൂ. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ടീച്ചർ പറയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് ഓരോ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോഴുണ്ട്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് മലയാളത്തിന്റെ ഉണ്ട്, ഇംഗ്ലീഷിന്റെ ഉണ്ട്, ഹിന്ദിയുടെ ഉണ്ട്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ ലെറ്റേഴ്സ് പഠിക്കാനുള്ള ക്ലാസ് ഉണ്ട്. ലെറ്റേഴ്സ് പഠിച്ച ശേഷം അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എക്സാം എഴുതുവാനും സ്വന്തമായിട്ട് സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ STD1 പ്രിപ്പറേഷൻ, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKGയിൽ നിന്നും UKGയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. മാത്സിന്റെ ബേസിക് ക്ലാസ്സുകൾ ഉണ്ട്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഈ ബേസിക് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ്, അതായത് 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്, മലയാളം ഇവ എങ്ങനെ എക്സാം എഴുതണം, നിവേദനം എങ്ങനെ എഴുതണം, കോൺവെർസേഷൻ എങ്ങനെ എഴുതണം, ഇതൊക്കെ ഡൗട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഒത്തിരി ഉണ്ട്. അവർക്കായിട്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒത്തിരി വർക്ക്ഷീറ്റ്സുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നോട്ട് ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് മെസ്സേജ് ചെയ്തോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പാചകക്കുറിപ്പ് തയ്യാറാക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും പാചകം ചെയ്യാൻ അറിയാവോ? ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് അറിയാവോ? ആദ്യം നിങ്ങൾ എന്താണോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വിഭവത്തിന്റെ പേര്, രണ്ടാമത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം, മൂന്നാമത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും പാചകക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എഴുതണം. ആദ്യം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേരെഴുതുക. രണ്ടാമത് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണോ വേണ്ടത് അത് എഴുതുക. മൂന്നാമത് തയ്യാറാക്കുന്ന വിധം. അപ്പോൾ നിങ്ങൾക്ക് പാചകം ഒന്നും അറിയില്ല എങ്കിൽ ടീച്ചർ ഒരു പാചകക്കുറിപ്പ് പറഞ്ഞു തരാം. എന്താണെന്നറിയാവോ? വളരെ എളുപ്പമാണ്. മുട്ട ബജി. മുട്ട ബജി ഇഷ്ടമാണോ? ബജി ഇഷ്ടമാണോ? ഏത്തക്ക കൊണ്ട് ബജി ഉണ്ടാക്കാം, മുളക് കൊണ്ട് ബജി ഉണ്ടാക്കാം, മുട്ട ഉപയോഗിച്ച് ബജി ഉണ്ടാക്കാം. ഇങ്ങനെ ബജി നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉപയോഗിക്കാം, ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇന്ന് ടീച്ചറിവിടെ പറയുന്നത് മുട്ട ബജി, അതായത് മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്നത്. ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾക്കറിയാം. മുട്ട ബജി ആണെങ്കിൽ മുട്ട 4 എണ്ണം വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട എടുക്കാം. ടീച്ചറിവിടെ 4 മുട്ട എടുക്കുവാണ്. നിങ്ങൾക്ക് 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം, എത്രയാണോ അത് എഴുതിക്കോളൂ. മുട്ട 4 എണ്ണം. ഇനി ഇതിന് കടലമാവാണ് കേട്ടോ വേണ്ടത്. ബജി ഉണ്ടാക്കാൻ ഏത് മാവാ വേണ്ടേ? കടലമാവ്. ടീച്ചറുടെ 1/4 കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പ്, 1 കപ്പ് വരെ എഴുതാം. 1 കപ്പ് എഴുതുന്നതിന് കുഴപ്പമില്ല കേട്ടോ. 1 കപ്പ് എഴുതിക്കോളൂ. ഉപ്പ് ആവശ്യത്തിന്. മുളക് പൊടി, ചുവപ്പ് നിറമില്ലേ? ബജിയുടെ മുകളിൽ ചുവപ്പ് നിറം കണ്ടിട്ടില്ലേ? ബജിക്ക് ചുവപ്പ് നിറം പുറത്ത്. അപ്പോൾ ചുവപ്പ് നിറം കിട്ടണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് മതി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി വെള്ളം വേണം, എണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. മുട്ട നമുക്ക് എന്ത് ചെയ്യണം? ആദ്യമേ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. മുട്ട വേവിക്കണം, വേവിച്ച് തോട് കളയണം. അപ്പം ആദ്യം തയ്യാറാക്കുന്ന വിധം നമ്മൾ എഴുതാൻ പോകുന്നത് മുട്ട വേവിച്ച് തോട് കളഞ്ഞ് പകുതിയാക്കി മുറിച്ച് വെക്കുക. ആദ്യം പേരെഴുതി മുട്ട ബജി തയ്യാറാക്കാൻ പോകുന്നു. ആവശ്യമായ സാധനങ്ങൾ എത്രയൊക്കെ വേണം എന്നും എഴുതി.
ഇനി തയ്യാറാക്കുന്ന വിധം: മുട്ട വേവിച്ച് തോട് കളഞ്ഞ് പകുതിയാക്കി മുറിച്ച് വെക്കുക. മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു സ്ഥലം കടലമാവാണ്. ഈ കടലമാവിലേക്ക് ഉപ്പ്, മുളക് പൊടി ചേർത്ത് എന്ത് ചെയ്യണം? ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഡലി മാവിന്റെ പാകത്തിൽ ആക്കി വെക്കുക, തയ്യാറാക്കുക. മുട്ട 4 വേവിച്ച് വച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കടലമാവ്, ഉപ്പ്, മുളക് പൊടി ഇവ വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇഡലി മാവിന്റെ പാകത്തിൽ തയ്യാറാക്കണം. ഇനി മുട്ട എടുക്കുക, ഓരോ കഷ്ണം മുട്ട എടുക്കുക. ഈ പകുതിയാണല്ലോ മുറിച്ച് വെച്ചിട്ടുള്ളത്, ഓരോ പകുതി കഷ്ണം മുട്ട എടുക്കുക. ഈ ഇഡലി മാവ് പോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്നില്ലേ, ഈ കൂട്ടിലേക്ക് മുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. മുട്ട ബജി തയ്യാർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? മുട്ട ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത് ആരും തെറ്റിക്കാതെ എഴുതണം കേട്ടോ. നിങ്ങൾക്ക് പാചകം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. കടലമാവ് ഓർമ്മയിരിക്കല്ലോ, കടലയിൽ നിന്നുണ്ടാക്കുന്ന മാവ് എന്ന് ഓർമ്മിച്ചാൽ മതി, കടലമാവ്. ഓക്കെ. മുട്ട, കടലമാവ്, ഉപ്പ്, മുളക് പൊടി, വെള്ളം, എണ്ണ. കടലമാവ് 1 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, കപ്പല്ല ടീസ്പൂൺ. ഓക്കെ. ഇനി യാത്രാ വാഹനങ്ങൾക്ക് നിറം നൽകൂ. ഇവിടെ ഒത്തിരി വാഹനങ്ങൾ ഉണ്ടല്ലോ. ഇതിൽ യാത്രാ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ടീച്ചറുടെ ടിക്ക് ഇടാം, നിങ്ങൾ അതിന് നിറം കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. കാറിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, വിമാനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം, സ്കൂട്ടറിൽ യാത്ര ചെയ്യാം, വഞ്ചിയിൽ യാത്ര ചെയ്യാം, സൈക്കിളിൽ നമുക്ക് യാത്ര ചെയ്യാം. ആണല്ലോ. അപ്പൊ ഇതെല്ലാം യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏതൊക്കെയാ വാഹനങ്ങൾ ഉപയോഗിക്കാം? സാധനങ്ങൾ കൊണ്ടുപോകാനായി ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ, യാത്ര ചെയ്യാനല്ല, സാധനങ്ങൾ കൊണ്ടുപോകാൻ, വലിയ വലിയ കല്ലുകൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനായി ലോറി ഉപയോഗിക്കാം. ഇനി ചാക്കിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ എന്ത് ഉപയോഗിക്കാം? കാളവണ്ടി ഉപയോഗിക്കാം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കല്ലുകളൊക്കെ, കല്ലൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റു മണൽ അതൊക്കെ കൊണ്ടുപോകാൻ, സിമെന്റ് അതൊക്കെ കൊണ്ടുപോകാൻ ഈ ഉന്തുവണ്ടി ഉപയോഗിക്കാം, കൈവണ്ടി. ഓക്കെ. ഫയർ എഞ്ചിനോ ഒരു സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആംബുലൻസും സേവനമാണ്. അതായത് തീ പിടിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് പോകുന്നത്, തീ അണയ്ക്കാനായി പോകുന്നതാണ്. ആംബുലൻസ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ യാത്രാ വാഹനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചെഴുതാൻ അറിയാം, സേവനം ചെയ്യാനുള്ള വാഹനങ്ങൾ അറിയാം, സാധനങ്ങൾ കൊണ്ടുപോകുന്നുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി അടുത്തതിലേക്ക് നോക്കാം. ഫയർ എഞ്ചിന്റെ നിറം എന്ത്? ഫയർ എഞ്ചിന്റെ നിറം എന്താ? ചുവപ്പ്. ഫയർ എഞ്ചിന്റെ നിറം ചുവപ്പ്. രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോട് കൂടിയ വാഹനം ഏത്? ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള വാഹനം ഏതാ? ആംബുലൻസ്. ഏതാ? ആംബുലൻസ്. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ, പെട്രോൾ, ഡീസൽ, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാ? തോണി അല്ലെങ്കിൽ വഞ്ചി, സൈക്കിൾ, കാളവണ്ടി, ഉന്തുവണ്ടി, കുതിരവണ്ടി. ഇതിനൊന്നും എന്ത് ആവശ്യമില്ല? ഇന്ധനം ആവശ്യമില്ല. സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഏതാ? കാളവണ്ടിയിൽ കൊണ്ടുപോകും, ലോറിയിൽ കൊണ്ടുപോകും, ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകും. ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാവുന്ന വാഹനങ്ങളാണ്. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് പലഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇഡലി, മുന്തിരി, വട, മാമ്പഴം, ഇടിയപ്പം, ആപ്പിൾ, ബജി, പഴംപൊരി, പുട്ട്. എണ്ണയിൽ ചുടുന്നവ എന്ന് പറഞ്ഞ് വടയ്ക്ക് നേരെ വരച്ചിട്ടുണ്ട്. എണ്ണയിൽ ചുടുന്നവ വേറെയുണ്ടല്ലോ. ഏതൊക്കെയാണ് എണ്ണയിൽ ചുടുന്നവ? വട, ബജി, പഴംപൊരി. അപ്പോൾ നിങ്ങൾ എണ്ണയിൽ വേവിച്ചെടുക്കുന്ന ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. അതിലേക്ക് വരയ്ക്കാം. അത് എഴുതാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് കോളത്തിൽ എഴുതുക. ഇനി അടുത്ത 2 കോളവും നമ്മൾ ഫില്ല് ചെയ്യണം. എണ്ണയിൽ ചുടുന്നവയായി. ഇഡലി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, പുട്ടുണ്ട്. പുട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? ആവിയിൽ വേവിക്കുന്നവയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം അതിൽ? ആവിയിൽ വേവിക്കുന്നവ ഏതൊക്കെയാ? ഇഡലി, ഇടിയപ്പം, പുട്ട്. അടുത്ത് വരുന്നത് ഏതാണ്? വേവിക്കാതെ കഴിക്കുന്നവ. വേവിക്കാതെ കഴിക്കുന്നത് ഏതൊക്കെയാ? വേവിക്കാതെ കഴിക്കുന്നത്
വേവിക്കാതെ കഴിക്കേണ്ടത് ഏതൊക്കെയാ? ഫ്രൂട്ട്സ് ആണ്, പഴങ്ങളാണ് അല്ലേ. ഏതൊക്കെയാ? മുന്തിരി, മാമ്പഴം, ആപ്പിൾ. ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. എണ്ണയിൽ ചുടുന്നവ, ആവിയിൽ വേവിക്കുന്നവ, വേവിക്കാതെ കഴിക്കുന്നവ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എഴുതാനായിട്ട് എന്തായാലും അറിയാമായിരിക്കും. ഹെഡിങ് കൊടുക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ച് കേട്ടോ. ചിലപ്പോൾ 3 കോളം നൽകിയിട്ടുണ്ടാവും. 3 കോളത്തിൽ ശരിയായിട്ട് നിങ്ങൾ എഴുതാനുണ്ടാവും. എണ്ണയിൽ ചുടുന്നവ, ആവിയിൽ വേവിക്കുന്നവ, വേവിക്കാതെ കഴിക്കുന്നവ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പിറന്നാളിന് എത്തിയ 45 കുട്ടികളിൽ 16 പേർ മാത്രമാണ് പ്രഥമൻ കുടിച്ചത്. ബാക്കിയുള്ളവർ പാൽപായസം കുടിച്ചു. എങ്കിൽ എത്ര പേർ പാൽപായസം കുടിച്ചു? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ആകെ എത്ര പേരാണ് വന്നത്? എത്ര പേരാണ് ഉണ്ടായിരുന്നേ? 45. അത് നമുക്കറിയാലോ. ഇനി 16 പേര് പ്രഥമൻ കുടിച്ചു. അപ്പൊ പിറന്നാളിന് എത്തിയവർ 45, പ്രഥമൻ കുടിച്ചവർ 16. പാൽപായസം കുടിച്ചവർ എങ്ങനെ നമ്മൾ കണക്ക് കണ്ടെത്തും? ഈ 45ൽ നിന്ന് 16 പേരല്ലേ കുടിച്ചുള്ളൂ. ആ 16 പേരങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയാണെന്ന് അറിയാലോ. ഇവിടെ 15 എടുക്കുന്നു. അപ്പൊ 15. അപ്പോൾ 6 നിന്ന് 15 വരെ തന്നെ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12, 13, 14, 15. 15 വരെ എത്താൻ 9 ഫിംഗേഴ്സ് എടുത്തു. അപ്പോൾ 4ൽ നിന്ന് 1 ഇങ്ങോട്ടേക്ക് കൊടുത്തു. പിന്നെ ഇവിടെ എത്രയുള്ളൂ? 3. അപ്പോൾ 3ൽ നിന്ന് 1 പോയാൽ 2, 29. അപ്പോൾ 29 ആണ് എന്താ? പാൽപായസം കുടിച്ചവർ. ഇനി ഏറ്റവും കൂടുതൽ പ്രഥമൻ കുടിച്ചവരാണോ പാൽപായസം കുടിച്ചവരാണോ? പാൽപായസം കുടിച്ചവർ. എന്നാൽ പ്രഥമൻ കുടിച്ചവരെക്കാൾ എത്ര കൂടുതലാണ് പാൽപായസം കുടിച്ചത്? 16 പേരാണ് പാൽപായസം കുടിച്ചത് അല്ലേ. അപ്പൊ ബാക്കി 29 നോക്കിയാൽ പോരെ? 17, 18, 19 കുറച്ചാൽ മതി കേട്ടോ. 20, 21, 22, 23, 24, 25, 26, 27, 28, 29. എത്ര പേര് കൂടുതൽ കുടിച്ചു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ ഇങ്ങനെ കണക്കാക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ 29ൽ നിന്ന് ഈ 16 എന്ത് ചെയ്യുക? കുറയ്ക്കുക. 9ൽ നിന്ന് 6 പോയാൽ 3, 2ൽ നിന്ന് 1 പോയാൽ 1, 13. ഓക്കെ, അപ്പൊ ആദ്യം ടോട്ടൽ പിറന്നാളിന് എത്തിയവർ 45, പ്രഥമൻ കുടിച്ചവർ എത്രയാ? പ്രഥമൻ കുടിച്ചവർ 16. ഇത്രയും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി പാൽപായസം കുടിച്ചവർ അറിയണമെങ്കിൽ എത്തിയവരിൽ നിന്ന് ടോട്ടൽ ഉള്ളതിൽ നിന്ന് ആദ്യത്തെ ഒരു പങ്ക് എന്ത് ചെയ്യുക? കുറയ്ക്കാം. നമുക്ക് അറിയാൻ പറ്റും. ഇനി അത് തമ്മിലുള്ള പ്രഥമൻ കുടിച്ചവരും പാൽപായസം കുടിച്ചവരും, പ്രഥമൻ കുടിച്ചവരെക്കാൾ എത്ര പേർ കൂടുതലാണ് പാൽപായസം കുടിച്ചവർ? എന്ത് ചെയ്താൽ മതി? ഈ 20 താഴെയുള്ള ഏറ്റവും കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളത് കുറച്ചാൽ മതി. മനസ്സിലായോ? ഇങ്ങനെ ഒരു ചോദ്യം വന്ന് ആരും തെറ്റിക്കാതെ എഴുതണം കേട്ടോ. അടുത്തത് ജോബി. ഈ 2 ചോദ്യത്തിൽ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണേ. ജോബി 80 രൂപയ്ക്ക് 1 കിലോഗ്രാം ആപ്പിളും 50 രൂപയ്ക്ക് 1 കിലോഗ്രാം ഓറഞ്ചും വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ 80 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി, 50 രൂപയ്ക്ക് ഓറഞ്ച് വാങ്ങി. അപ്പൊ എത്ര രൂപ കൊടുക്കണം? രണ്ടും കൂടി കൂട്ടിയാ പോരെ? 0, 8നോട് 5 കൂട്ടുമ്പോൾ 8 കഴിഞ്ഞാൽ 5 ഫിംഗേഴ്സ് എടുക്കുക. 8 കഴിഞ്ഞ് 9, 10, 11, 12, 13. 130 രൂപ കൊടുക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആകെ എന്ന് വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടുക. അടുത്ത ചോദ്യത്തിൽ നോക്കാം. രേതുവും അച്ഛനും ചായയും വടയും കഴിച്ചപ്പോൾ 28 രൂപയായി. 50 രൂപ കൊടുത്തു. കടയിൽ നിന്ന് എത്ര രൂപ ബാക്കി കിട്ടും? അപ്പൊ ബാക്കി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ? കുറയ്ക്കുക. അപ്പൊ എത്ര രൂപ കൊടുത്തു? 50 രൂപ കൊടുത്തു. എത്ര രൂപയായി? 28 രൂപയായി. ബാക്കി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 10ൽ നിന്ന് 8 പോയാൽ ഇവിടെ നിന്ന് 1 പോകുമ്പോൾ 10, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 കൊടുക്കും. അപ്പോൾ 10. 10ൽ നിന്ന് 8 പോയാൽ 2, 4ൽ നിന്ന് 2, ഇനി ഇവിടെ 4 ഉള്ളൂ. 5ൽ നിന്ന് 1 പോയാൽ 4 ഉള്ളൂ. 4ൽ നിന്ന് 2 പോയാൽ 2, 22. ഓക്കെ, അപ്പോൾ ആകെ ടോട്ടൽ എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂട്ടുക. റിമൈനിങ് ബാക്കി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? കുറയ്ക്കുക.
ഓക്കെ, ഇത് മനസ്സിലായോ? യെസ്. അടുത്ത ചോദ്യം. ഇവിടെ വില വിവര പട്ടിക നൽകിയിട്ടുണ്ട്. റോസ 45 രൂപ, പിച്ചി 30 രൂപ, ഡാലിയ 15 രൂപ, മുല്ല 18 രൂപ. ഇവിടെ നോക്കിയേ, ഇവിടെ നൽകിയിട്ടുണ്ട് ലക്ഷ്മി തരൂ 40, വേപ്പ് 20, മാവ് 50, തെങ്ങ് 95, 95. അപ്പൊ മീനു വാങ്ങിയത് മുല്ലയും റോസയുമാണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ വില വിവര പട്ടികയിൽ മുല്ലയുടെ വില നോക്കുക. എത്ര മുല്ലയുടെ നേർക്ക് എത്രയുള്ളത്? 18. 18 നമ്മൾ ഇവിടെ എഴുതുക, 18. ഓക്കെ. ഇനി റോസയുടെ നേർക്ക് ഏതാണെന്ന് നോക്കുക. റോസയുടെ നേർക്ക് ഏതാ? 45. 45 ഇവിടെ എഴുതുക. ഇനി ടോട്ടൽ അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 18നോട് 5 കൂട്ടുമ്പോൾ എന്താ? 18നോട് 5 കൂട്ടുമ്പോൾ 18 + 5. അപ്പോൾ 18നോട് 5 കൂട്ടുമ്പോൾ 9, 10, 11, 12, 13. ഇവിടെ 3 വരും. അടുത്ത് ഇവിടെ 1 ഇവിടെ വരും. അപ്പോൾ 4 + 1 5, 5 + 1 6. ടോട്ടൽ എത്രയാ? 63. അപ്പോൾ മീനു കടയിൽ കിട്ടിയത് എത്രയാണ്? കൊടുത്തത് എത്രയാണ്? 63. ഓക്കെ. അപ്പോൾ നിത്യ തെങ്ങും റോസയുമാണ് വാങ്ങിയത്. അവൾ 200 രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര? നിത്യ വാങ്ങിയത് തെങ്ങ് എത്രയാണ്? 95. റോസ എത്ര രൂപയാണ്? 45. ഇപ്പൊ ടോട്ടൽ എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് നോക്കുക. 5 + 5 10, 9 + 4 13, + 1 14. ഇവിടത്തെ 1 കൂടി കൂട്ടുമ്പോൾ 14. അപ്പൊ 200 രൂപയാണ് കൊടുത്തത്. ബാക്കി എത്ര കിട്ടും? 200 രൂപ കൊടുത്ത് ബാക്കി 140 രൂപ കുറച്ച് 140 കഴിഞ്ഞാൽ 150, 160, 170, 180, 190, 200. ടോട്ടൽ എത്രയായി? 60 രൂപ ബാക്കി കിട്ടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വില വിവര പട്ടിക തന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്തി കൂട്ടാനുണ്ടാകും. ഇത്ര രൂപ കൊടുത്തു, ബാക്കി എത്ര രൂപ കിട്ടും എന്നുള്ള ചോദ്യവും ചോദിക്കും. ഇവിടെ കൂട്ടുകാർ ചാടിയ കളങ്ങൾക്ക് നിറം നൽകൂ. നിങ്ങൾക്ക് പാറ്റേൺ കൂടുതലും ചോദിക്കുക. ഈ 2, 4, 6, 5, 10, 5, 10, 20, 30 ഇതൊക്കെയാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കളർ നൽകുക. 2, 4, 6 ചുവപ്പ് കളർ എന്ത് ചെയ്യുക? കൊടുത്ത് പോവാ. 4ന് ചുവപ്പ് കളർ കൊടുക്കുക. അത് കഴിഞ്ഞ് 6ന് ചുവപ്പ് കളർ കൊടുക്കുക. 8ന് ചുവപ്പ് കളർ കൊടുക്കുക. 10ന് ചുവപ്പ് കളർ കൊടുക്കുക. അത് കഴിഞ്ഞ് 12, 14, 16, 18, 20, അതുപോലെ 22 ഇതുപോലെ കൊടുത്തു പോവുക. അടുത്ത് 5, 10, 15 ഇതിന് പച്ച നിറം. ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഗ്രീൻ കളർ. 5, 10, 15, 20. ഇനി 10, 20, 30 ഇവയ്ക്ക് മഞ്ഞ നിറം കൊടുക്കുക. 10, 20, 30. 10, 20, 30 ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത് 3 നിറവും കൊടുത്തത് ഏതൊക്കെ നമ്പേഴ്സിലാണ്? 3 നിറവും കൊടുക്കുന്നത് ഏതൊക്കെ നമ്പേഴ്സിലാണ്? ഏതൊക്കെ നമ്പേഴ്സിലാണ് കൊടുത്തത്? ഇവിടെ നോക്കി, നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഇവിടെ 3 നിറമുണ്ട് ഇവിടെ. അപ്പോൾ 10, 20, 30, 40, 50. അപ്പം ഇങ്ങനെ ചോദ്യം വന്നാൽ ആരും തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം. കളിപ്പാട്ട കടയിലേക്ക് വാങ്ങിയ സാധനങ്ങൾ. പമ്പരം 5 രൂപയാണ്, 4 എണ്ണം വാങ്ങി. പമ്പരം 5 രൂപയാണ്, 4 എണ്ണം വാങ്ങി. അവിടെ ക്രിയാരൂപം എഴുതണം. എന്താ ചെയ്യേണ്ടത്? 5 എണ്ണം 5 രൂപയുടെ 4 എണ്ണം വാങ്ങി. അപ്പൊ ടോട്ടൽ എത്ര ഇവിടെ വരിക? 5 × 4 20. ക്രിയാരൂപം മൾട്ടിപ്ലിക്കേഷന്റെ ഗുണനം. ഓക്കെ, ഇതാണ് കൊടുക്കേണ്ടത് കേട്ടോ. PP 10 രൂപയാണ്, 3 എണ്ണം വാങ്ങി. 10 രൂപയുടെ 3 എണ്ണം വാങ്ങി. 10 × 3 30. ബലൂൺ 2 rupees 2 രൂപയാണ്, 6 എണ്ണം വാങ്ങി. 2 rupeesന്റെ 6 എണ്ണം വാങ്ങി. 2 × 6 12.
ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ എല്ലാവരും എഴുതുമല്ലോ. ക്രിയാരൂപം മൾട്ടിപ്ലിക്കേഷൻ കണ്ടല്ലോ, ഗുണനചിഹ്നം കൊടുത്താണ് ചെയ്യാനുള്ളത്. എത്ര രൂപ, എത്ര എണ്ണം വാങ്ങി, എത്ര രൂപയാണോ അതിന് എത്ര എണ്ണം വാങ്ങി എന്നതുകൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഉത്തരം ഇവിടെ എഴുതുക. ഓക്കെ, ഇവിടെ നോക്കിയാൽ 3, 6 ക്രമത്തിൽ സംഖ്യകൾ യോജിപ്പിച്ച് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തൂ. 3, 6 ആ രീതിയിൽ ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 3, 6, 3യോട് 3 കൂട്ടുമ്പോൾ 6, 6നോട് 3 കൂട്ടുമ്പോൾ 9, 9നോട് 3 കൂട്ടുമ്പോൾ 12, 12നോട് 3 കൂട്ടുമ്പോൾ 15. ഒളിച്ചിരിക്കുന്നത് ആരാ? സ്റ്റാർ. പാറ്റേൺ 2, 6, 10, 14. ഇവിടെ എന്ത് ചെയ്യുന്നു? 2വിനോട് 4 കൂട്ടിയപ്പോൾ 6 കിട്ടി, 6നോട് 4 കൂട്ടിയപ്പോൾ 10 കിട്ടി, 10നോട് 4 കൂട്ടിയപ്പോൾ 14 കിട്ടി. 14നോട് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18, 18നോട് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 22, 22നോട് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 26, 26നോട് വീണ്ടും 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 30. ഓക്കെ, 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എത്ര വീതം കൂട്ടിക്കൂട്ടി പോകുന്നു? ഇവിടെ 3 കൂട്ടിക്കൂട്ടി പോയി. 3, 6, 9, 12, 15. അതുപോലെ 2, 4, 6, 8, 10 അതും അറിയാലോ. 10, 20, 30, 40 അതും അറിയാലോ. യെസ്. പുസ്തകമേള. ക്ലാസ് ലൈബ്രറിയിലേക്ക് നൽകാൻ നന്ദുവും ഐഷയും വാങ്ങിയ പുസ്തകങ്ങളും അവയുടെ വിലയും. നന്ദു വാങ്ങിയത് മഞ്ചാടിക്കുന്ന് എന്ന പുസ്തകം 46 രൂപയുടേത്, ചിത്രശലഭങ്ങളുടെ ലോകം എന്ന പുസ്തകം 38 രൂപയ്ക്ക് വാങ്ങി. ഐഷ പാണ്ഡനും കൂട്ടുകാരും 26 രൂപയ്ക്ക് വാങ്ങി. മാനത്ത് നോക്കുമ്പോൾ 52 രൂപയ്ക്ക് വാങ്ങി. ചക്രമാവ് എന്ന പുസ്തകം എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് കണ്ടെത്തണം. അതിനു മുൻപ് നന്ദു വാങ്ങിയ പുസ്തകങ്ങളുടെ ആകെ വില കണ്ടെത്താം. നന്ദു വാങ്ങിയ പുസ്തകങ്ങൾ എത്ര രൂപയാണ്? 46, 46 പ്ലസ് 38. എങ്ങനെ കണ്ടെത്തണം? ഈ റൈറ്റ് സൈഡിലുള്ള 6ഉം 8ഉം തമ്മിൽ കൂട്ടുക. 6 മനസ്സിൽ വെക്കുക, 8 ഫിംഗേഴ്സ് എടുക്കുക. 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12, 13, 14. ആ 14ൽ 4 എഴുതുക, 1 ഇപ്പുറത്ത് എഴുതുക. ഓക്കെ, 4 + 1 5, 5 + 3 8. അപ്പോൾ നന്ദു എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിയത്? 84. ഓക്കെ, ഇനി ഐഷയുടെ ബുക്കിന്റെ വില നമുക്ക് കണ്ടെത്താം. ഐഷയുടെ ബുക്കിന്റെ വില നമുക്ക് നോക്കാം. ഐഷ ആകെ 98 രൂപയുടെ പുസ്തകങ്ങളാണ് വാങ്ങിയത്. ഐഷ ആകെ 98 രൂപയുടെ പുസ്തകങ്ങൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഐഷ വാങ്ങിയ മറ്റു പുസ്തകങ്ങളുടെ വില തമ്മിൽ കൂട്ടി നോക്കുക. എന്നിട്ട് കിട്ടിയ 98ൽ നിന്ന് ആ കിട്ടിയത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. 26 + 52. റൈറ്റ് സൈഡിലുള്ളതാണ് ആദ്യം കൂട്ടേണ്ടത്. 6 + 2. 6 മനസ്സിൽ വെക്കുക, 2 ഫിംഗേഴ്സ് എടുക്കുക. 6നോട് 2 കൂട്ടുമ്പോൾ 7, 8. ഓക്കെ, ഇനി 2ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 7, 78. ഇനി ചക്രമാവ് എന്ന പുസ്തകത്തിന് എത്ര രൂപയാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 98ൽ നിന്ന്, ഈ 98ൽ നിന്ന് 78 കുറയ്ക്കണം. കാരണം 98 രൂപയുടെ പുസ്തകങ്ങളാണ് ഐഷ വാങ്ങിയത്. അപ്പോൾ 78 ഇത്രയും ആയപ്പോൾ 78 റുപ്പീസ് ആയി. ബാക്കി 8 പോയാൽ 0, 9 7 പോയാൽ 2. അപ്പോൾ ചക്രമാവ് എന്ന പുസ്തകത്തിന് എത്ര രൂപയാണ്? 20 രൂപ. ഓക്കെ, മനസ്സിലായോ? ഇനി നന്ദുവും ഐഷയും കൂടി ആകെ എത്ര രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി? എത്ര വാങ്ങി? 84 + 98 ചെയ്താൽ മതി. 8 + 4 12. 1 വരുന്നത് ഇവിടെ എഴുതുക. 9 + 1 10, 10 + 8 18. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ എഴുതണം കേട്ടോ. ശ്രദ്ധിച്ചെഴുതുക. Okay children, bye bye. Thank you.